ഹലോ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ ഞാൻ കുറേ ദിവസമായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ച് ഇങ്ങനെ കാത്തിരുന്ന് ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചെങ്കിൽ പാറു സ്കൂൾ ടോപ്പർ ആയ സമയത്ത് എന്തൊക്കെയാണ് പാറുവിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്, എവിടെ നിന്നൊക്കെ എങ്ങനെയൊക്കെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതൊക്കെ പലരും ചോദിച്ചിട്ടുള്ള കാര്യമായിരുന്നു. അതിൽ ആദ്യം തന്നെ ഉള്ളത് കേട്ടോ ഈ മാഷിൻ്റെയും ടീച്ചറിൻ്റെയും വരവാണ്. പാറുവിൻ്റെ സാറാണ്. അപ്പോൾ സാറ് റിസൾട്ട് അറിഞ്ഞപ്പോൾ തന്നെ നമ്മളുടെ വീട്ടിൽ വന്നിട്ട് പാറുവിനെ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു കേട്ടോ. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എവിടെയാണെന്നറിയോ? ഇത് കുറച്ച് ദിവസം മുന്നേ ഉണ്ടായിട്ടാണ് കേട്ടോ. സൈത്തേട്ടൻ നാട്ടിലുണ്ടായിരുന്നില്ലേ, ആ ഒരു സമയത്തൊക്കെയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് മലപ്പുറം സെൻട്രൽ സഹോദയയുടെ ടോപ്പേഴ്സ് മീറ്റ് നടക്കുന്നുണ്ടായിരുന്നു മദീൻസ് പബ്ലിക് സ്കൂളിൽ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ സൈത്തേട്ടൻ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പോകാനും എളുപ്പമായിരുന്നു. അപ്പോൾ ആ ദിവസത്തെ അവിടുത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കാണിച്ചു തരാം. I would like to extend a warm and heartfelt welcome to our esteemed principals, parents and managers whose visionary leadership and unwavering dedication for study success. Let's make this event a remarkable one. മലപ്പുറം സെൻട്രൽ സഹോദയയുടെ കീഴിലുള്ള സ്കൂളുകളിലത്തെ കുട്ടികൾ ടോപ്പേഴ്സ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. കുറേ കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. അച്ഛന് വേണ്ടി പൈലറ്റ് ആവരുത്, അച്ഛന് വേണ്ടി ഡോക്ടർ ആവരുത്, നിങ്ങൾക്ക് വേണ്ടി ഡോക്ടർ ആവണം, ഡിസയർ ഉണ്ടാവണം. സെക്കൻഡ് ഡി ഡിറ്റർമിനേഷൻ, ഒരു തീരുമാനം ഉണ്ടാവണം. മൂന്നാമത്തെ ഡി കഴിഞ്ഞില്ല, മിടുക്കിയായ ആര്യ പറഞ്ഞതുപോലെ ഡെഡിക്കേഷൻ, സമർപ്പണം ഉണ്ടാവണം. നാലാമത്തെ ഡി ഡെഡ് ലൈൻ, എല്ലാറ്റിനും ഡെഡ് ലൈൻ ഉണ്ടാവണം. I request all the English medium school Pala to get ready to your prizes. Next is your turn. Now നമ്മളുടെ പല സബ്സ്ക്രൈബേഴ്സിൻ്റെയും മക്കൾ അവിടെ ടോപ്പേഴ്സിൽ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് പിന്നീടാണ് കേട്ടോ അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് നമ്മൾ ആരെയും അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്കറിയില്ലായിരുന്നു. പിന്നീടാണ് കമൻസിൽ ഇങ്ങനെ വന്നത്, സഹോദയയുടെ ആ ടോപ്പേഴ്സ് മീറ്റിൽ വെച്ചിട്ട് നമ്മളതിനെ കണ്ടിട്ടുണ്ടായിരുന്നു എന്നുള്ള പല കമൻസും പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അങ്ങനെ അപ്പോൾ ഒരുപാട് ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. മെയിൻ ഗസ്റ്റ് എന്ന് പറയുന്നത് അവിടെ നമ്മളെ MLA ആയിരുന്നു. പിന്നെ അങ്ങനെ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോരുത്തരും കുറച്ച് സമയം അവരുടെ സ്പീച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരുന്നു കുട്ടികൾക്കുള്ള ഈ ഇതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഗുണം ലഭ്യമാകുമെന്നുള്ള ഒരു തെളിവാണ് ഈ പരീക്ഷ എങ്കിൽ വരും കാലങ്ങളിൽ നിങ്ങളുടെ ഭാവി വളരെ നല്ല രീതിയിലാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിന് ഇതിന് പ്രാപ്തരാക്കിയ നിങ്ങളുടെ അധ്യാപകരോട്, അതേപോലെ തന്നെ നിങ്ങളുടെ സമൂഹത്തിനോടുള്ള ബാധ്യതയൊക്കെ, രക്ഷിതാക്കളോടുള്ള ബാധ്യതയൊക്കെ നിറവേറ്റാൻ നിങ്ങൾ സദാ സന്നദ്ധരാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ടും Public School Edorna to give away the prizes. Please, ma'am. We have the school topper, Prasana Sethi. നീണ്ടോ? ഞാനിവിടെ വളരെ ചുരുക്കിയാണ് കേട്ടോ കാണിച്ചത്. കാരണം ഒരുപാട് നേരം ഉണ്ടായിരുന്നു. രാവിലെ തുടങ്ങിയിട്ട് അത് ഉച്ചയ്ക്കാണ് ഇത്രയും കുട്ടികൾക്കെല്ലാം കൊടുത്തൊക്കെ കഴിഞ്ഞത്. അപ്പോൾ പാറുവിന് 2 എണ്ണം ഉണ്ടായിരുന്നു ട്രോഫി. കാരണം ഒന്ന് സ്കൂൾ ടോപ്പറിൻ്റെ ആണ്, ഒന്ന് 90 എബവ് കിട്ടിയതിൻ്റെയാണ്. അങ്ങനെ 2 എണ്ണമാണ് നമുക്ക് കിട്ടിയത്. എല്ലാ പ്രാവശ്യവും നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ SSLC മക്കൾ ആരെങ്കിലും ഒരാളെ SSLC ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവർക്ക് പ്രൈസൊക്കെ കൊടുക്കും അല്ലേ. അത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് വീഡിയോ.
നമ്മൾ പല സ്ഥലത്തും പോയിട്ട്. പക്ഷേ ഇപ്രാവശ്യം അതെ ഇവിടെയാണ് പാറുവിനെ കാണാൻ വേണ്ടിയിട്ടുണ്ട് ഫ്രണ്ട്സ് എല്ലാവരും കൂടി. എല്ലാവരും ഒന്നുമില്ല കേട്ടോ. നമുക്ക് ഇന്ന് ഫ്രീ ആയിട്ട് ആരൊക്കെയാണോ ഉള്ളത് വെച്ചാൽ കുറച്ച് പേരൊന്നും ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവരുടെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുകയാണ്. ഇത് നമ്മൾ അടുത്തിടെയായിട്ട് കുറച്ച് എല്ലാ വർഷങ്ങളിലും ഇപ്പോൾ ചെയ്യുന്നതാണ് ഈ ഒരു പരിപാടി. ഞാൻ കഴിഞ്ഞ വർഷത്തിൻ്റെ മുമ്പത്തെ വർഷമാണ് തോന്നുന്നു അത് വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും കൂടെ നമ്മളുടെ 10ാം ക്ലാസ്സിൽ ആരാണോ ഉള്ളത്, ഏത് കുട്ടിയാണോ ഉള്ളത് നമ്മളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ അവരുടെ വീട്ടിൽ പോവും, ഇതുപോലെ ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുക. ഇത് നമ്മൾ കുറച്ചായിട്ട് ഇങ്ങനെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ആദ്യമൊക്കെ നമ്മൾ സർപ്രൈസ് എന്നുള്ള രീതിയിലാണ് പോയിരുന്നത് എല്ലാവരും കൂടിയിട്ട്. പിന്നെ ഈ സർപ്രൈസ് എന്നുള്ളത് അത്ര അങ്ങോട്ട് ശരിയാവില്ല എന്ന് മനസ്സിലായിട്ട് സർപ്രൈസ് എന്നുള്ള പരിപാടി ഒഴിവാക്കി. ഇപ്പോൾ പിന്നെ പറഞ്ഞിട്ട് തന്നെ എല്ലാവരും കൂടെ അങ്ങനെ ഫ്രീ ആയിട്ടുള്ളവർ ആരൊക്കെ വെച്ചപ്പോൾ പിന്നെ എല്ലാവരും ഒന്നും ഫ്രീ ആയിട്ട് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ആർക്കൊക്കെയാണോ സമയമുള്ളത് അവരെല്ലാവരും കൂടെ ഒരുമിച്ചിട്ട് അങ്ങനെ അവരുടെ വീട്ടിൽ പോവുക എന്നുള്ള ആ ഒരു രീതിയിലേക്ക് മാറി. ഇപ്രാവശ്യം 4 പേരുണ്ടായിരുന്നു കേട്ടോ മക്കൾ SSLC ആയിട്ടുള്ളത്. അപ്പോൾ അവരെല്ലാവരും ഇങ്ങോട്ട് വരികയാണ് ചെയ്തത്. കാരണം ഓരോരുത്തരുടെ അങ്ങനെ വീട്ടിൽ പോയിട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മൾക്കും ബുദ്ധിമുട്ടാണ്, എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ എല്ലാവരും കൂടെ ഒരു സ്ഥലത്ത് കൂടുകയാണെന്നുണ്ടെങ്കിൽ അതല്ലേ കുറച്ചും കൂടെ ഈസി എന്ന് കരുതിയിട്ട് ഇപ്പോൾ നമ്മൾ ഒരു 1, 2, 3 വർഷമായിട്ട് ഇപ്പം ഇങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം നമ്മളുടെ വീട്ടിലേക്ക് ഇങ്ങനെ എല്ലാവരും കൂടെ ഇങ്ങോട്ട് വന്നു. അപ്പോൾ ആ കുട്ടികൾക്കൊക്കെ ഇവിടെ വെച്ചിട്ട് തന്നെയാണ് അത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആറ് ഫോട്ടോ എടുക്കണ്ടല്ലോ പ്രതു എടുക്കണേ. അങ്ങനെ നമ്മൾ കുട്ടികൾ 4 പേർക്കുള്ള സമ്മാനം കൊടുക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് പോയതാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് വീട്ടിൽ വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയണ കാര്യമില്ല, നമുക്കത് ഭയങ്കര രസമല്ലേ. കാരണം പുറത്തുനിന്ന് വേറൊരാൾ വരുന്ന പോലെ അല്ലല്ലോ, നമ്മൾക്ക് അവരുടെ കൂടെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഏതൊരു സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ല രസമുള്ള സമയമാണ്. ദൃശ്യത്തിലത്തെ സിനിമ നമുക്ക് എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ആവില്ല. നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ എന്ന് പറയുമ്പോൾ അത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ആ ഒരു മൊമെൻറ്റ്സ് ആയിരിക്കും. നിങ്ങൾക്ക് തന്നെ അറിയാം നമ്മളുടെ വീഡിയോയിൽ ഇഷ്ടം പോലെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എന്താ ഇവരൊക്കെ തന്നെ ഒരുപാട് പ്രാവശ്യം നമ്മളുടെ വീഡിയോയിൽ ഉണ്ടായിട്ടുണ്ട്. ഫോട്ടോ എടുക്കണോ? പാറുവിനെ കൊണ്ട് അതെ അതെ വണ്ടി വരും. കുട്ടികൾ അവരുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ചിട്ട് മുന്നേറും. നമ്മൾ പ്രഷർ അബേല് കയറിയിട്ട് പോകും. ഞാൻ സ്കൂട്ടറിൽ ഒരാൾക്ക് അപ്പൊ ശരിട്ടാ. യെസ്, ഞാൻ സ്കൂട്ടിയിൽ വരാം. ഓക്കെ ഓക്കെ. ആരിപ്പോയി. അങ്ങനെ ഫ്രണ്ട്സ് എല്ലാവരും വീട്ടിൽ വന്നിട്ട് തിരിച്ചു പോയി. അപ്പോൾ അതേ ദിവസം തന്നെയായിരുന്നു നമ്മളുടെ പഞ്ചായത്തിലെ ടോപ്പേഴ്സിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇതൊക്കെ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് മുന്നേ വേറൊരു ദിവസം കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മളുടെ ഇവിടെ ആയിട്ടുള്ളത്. പക്ഷെ അന്നായിരുന്നു നമ്മൾ കൊട്ടിയൂർ യാത്ര പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ദിവസം നമുക്ക് അതിനെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതാ വേറൊരു ദിവസം നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് അങ്ങോട്ട് പോയതാണ്. കാലഘട്ടങ്ങളിലുമൊക്കെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തൻ്റെ മാതാപിതാക്കളെയും തൻ്റെ നാടിനെയും തൻ്റെ കുടുംബത്തെയും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് സ്നേഹവാത്സല്യങ്ങൾ നുകർന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അതിന് കഴിയുമാറാകട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനായ ഒരുപാട് പിന്നെ രീതിയിൽ നമ്മുടെ പ്രസംഗിക്കുന്ന ഞാൻ വന്നപ്പോൾ പറയുന്നത് കേട്ടു. നമുക്കിടയിൽ ഒരുപാട് രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. പ്രാർത്ഥന സജി ഭാരതീയ വിദ്യാലയം ഭാരതീയ വിദ്യാഭവൻ സ്കൂളിന്റെ ടോപ്പ് മാർക്കറാണ്. ഒന്ന് ക്ലാപ്പ് ചെയ്യാം.
നമ്മുടെ പഞ്ചായത്തിൽ ഇപ്പോൾ SSLC കഴിഞ്ഞ കുട്ടികൾ, അതായത് CBSEയിൽ 10th ടോപ്പറും കൂടിയാണ്, നമ്മുടെ പഞ്ചായത്തിലെ ടോപ്പറും കൂടിയായിരുന്നു പാറു. അപ്പോൾ അതും വലിയൊരു സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പോൾ എന്തായാലും നമ്മൾ അവിടുന്ന് പ്രൈസൊക്കെ വാങ്ങിയിട്ട് നമ്മൾ തിരിച്ചെന്തായാലും വീട്ടിലേക്ക് സന്തോഷമായിട്ട് പോകുന്നു. പ്രൈസ് ആണോ ഇത്? പിന്നെന്താ, പ്ലാന്റ് ആണോ? എന്നാ തുറക്ക്. ആനിവേഴ്സറി എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് ഉറക്കെ പറയും, കേൾക്കില്ല. ഏത് വാച്ച്? നമ്മളോട് ഇത് വാച്ചല്ലത്, ഇത് പാറുവിന്റെ ഗിഫ്റ്റാണ്. റിസൾട്ട് അറിഞ്ഞപ്പോഴേ അയക്കണം എന്ന് വിചാരിച്ചായിരുന്നു. കുറേ ബിസി ആയി പോയി. പാറുവിന് എന്തായാലും ഗിഫ്റ്റ് തരണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പറഞ്ഞിട്ട്. എങ്ങനെയുണ്ട്? ഇതൊരു സർപ്രൈസ് ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ. ഇത് പാറു ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സന്തോഷമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ സർപ്രൈസ് ആയിട്ട് ഇപ്പോൾ സൈത്തേട്ടൻ അന്ന് വന്നത് ഒരുപാട് സർപ്രൈസ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ സൈത്തേട്ടൻ വന്നതിന് ശേഷം അങ്ങനെ ഒരുപാട് സമ്മാനങ്ങളും ഒക്കെ ആയിട്ടുണ്ടായി. അപ്പോൾ അതൊക്കെ നമ്മൾ കുറേയൊക്കെ മുന്നേ കാണിച്ചു. ഇനിയിപ്പോൾ അങ്ങനെ വേറെ ഉള്ളതൊന്നുമില്ല. അപ്പോൾ ഈ ഒരു വാച്ചായിരുന്നു നമ്മൾ ഇവിടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് വന്നതെന്ന് കരുതിയിട്ടാണ്. മറ്റേത് വന്നപ്പോൾ വല്ലാണ്ടൊന്നും ഒരു സർപ്രൈസ് ആയിട്ടൊന്നും ഇല്ലാതിരുന്നത്. പക്ഷേ പിന്നെ തുറന്നതിന് ശേഷമാണ് കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മളുടെ കുഞ്ഞു വീഡിയോ ഇന്ന് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ എന്തൊക്കെയാണ് എന്നൊക്കെ കിട്ടിയെന്നൊക്കെ അറിയാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഇതെൻ്റെ ഗാലറിയിൽ ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി. അപ്പോൾ ഇതങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒരു സമാധാനമായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വേഗം കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒന്ന് ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.